ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്കിൻ കെയറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സ്കിൻ കെയറാണ് ഞാനിവിടെ പറയുന്നത്. ഇന്ന് അധികം ആൾക്കാരും സ്കിൻ കെയറൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. എന്നാൽ ചുരുക്കം ചില ആൾക്കാർ ഒരു സ്കിൻ കെയറൊന്നും ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നമ്മുടെ ലൈഫിൽ. കാരണം നമ്മുടെ സ്കിന്നിന് എന്നാൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫേസ് ക്ലെൻസ് ചെയ്യുക. ഒരു ക്ലെൻസറോ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷോ വെച്ചിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ കാര്യം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ബയോട്ടിക്കിൻ്റെ അഡ്വാൻസ്ഡ് ആയുർവേദ ഫ്രൂട്ട് ബ്രൈറ്റനിങ് ഫേസ് വാഷാണ്. 200 ml പ്രൊഡക്റ്റാണ് ഇത് വരുന്നത്. 265 റുപ്പീസാണ് ഇത് വരുന്നത്. ഓഫർ പ്രൈസിൽ ഇത് 133 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മുടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു ബോട്ടിലാണിത്. അപ്പോൾ അത് യൂസ് ചെയ്യാനൊക്കെ ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ബോട്ടിലും നമുക്ക് കിട്ടും. നമുക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മൾ വലിയ ബോട്ടിൽ വാങ്ങിച്ചാൽ മതി. ഇതൊരു വീഗനായിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ക്വാളിറ്റി ഫ്രീ ബ്രാൻഡാണ്. ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റ്നസ് തരുന്നുണ്ട്. ഇത് അഫോർഡബിൾ പ്രൈസിൽ അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് വാഷാണിത്. ഇതിൻ്റെ ചെറിയ ബോട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതല്ലാതെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഹിമാലയ പോലത്തെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫേസ് വാഷ് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാനിതൊരു നൈക്കയിലെങ്ങാനും ഒരു സെയിൽ വന്നപ്പോൾ വാങ്ങിച്ചതാണ്. എനിക്ക് 100 സംതിങ്ങിനൊക്കെ എനിക്കിത് കിട്ടി. അപ്പോൾ 200 ml പ്രോഡക്റ്റ് 100 സംതിങ്ങിന് വേർത്താണെന്ന് തോന്നി. അപ്പോൾ ഇത് വാങ്ങിച്ചത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് മോയ്സ്ചറൈസേഷനാണ്. നമ്മുടെ സ്കിന്നിൽ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസറാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണിത്. ഇത് ഞാൻ ഒരു മോയ്സ്ചറൈസർ ഞാൻ യൂസാക്കാൻ തുടങ്ങിയത് മുതൽ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഹൈലറോണിക് ആസിഡും വിറ്റാമിൻ ഇയും വരുന്നുണ്ട്. രണ്ടും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇതൊരു 200 ml ബോട്ടിലാണ്. 499 രൂപയാണ്. ചെറിയ ബോട്ടിൽസ് അവൈലബിൾ ആണ്. ചെറുത് വാങ്ങി യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വലുത് വാങ്ങിക്കുക. ഇത് ഒരു 200 സംതിങ്ങിനൊക്കെ നമുക്കിത് കിട്ടും. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്കിൻ ഡൾനെസ് മാറ്റാനും ഡ്രൈനെസ് മാറ്റാനും ഒക്കെയാണിത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് ഡേ ടൈമിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം നമ്മുടെ സ്കിന്നിൽ വരുന്ന വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് സൺ എക്സ്പോഷറാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ടാൻ അടിക്കും, അങ്ങനെ റിങ്കിൾസ് വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൺസ്ക്രീന് മസ്റ്റായിട്ട് നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മാമ എർത്തിൻ്റെ വിറ്റമിൻ സി പ്ലസ് ഡെയിലി ഗ്ലോ സൺസ്ക്രീനാണ്. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. 349 രൂപയാണ് ഇത് വരുന്നത്. 50 ഗ്രാം ഓഫ് പ്രൊഡക്റ്റാണ് വരുന്നത്. ഇത് ലൈറ്റ് വെയ്റ്റാണ്, വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. ഓഫർ പ്രൈസിൽ നമുക്ക് 200 സംതിങ്ങിനൊക്കെ കിട്ടും. ഇത് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഓൺലൈനൊന്നും യൂസ് ചെയ്തിട്ട് പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ഇത് അവൈലബിൾ ആണ്. ഇത് തന്നെ വേണമെന്നില്ല, വേറെ ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിപ് ബാമാണ്. ലിപ് ബാം നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാണ്ട് നിൽക്കുക. കാരണം നമ്മൾ എപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഞാനൊക്കെ എപ്പോഴും സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ലിപ് കെയർ എന്ന് പറയുന്നത്. നമ്മുടെ ഫേസിൽ ഏറ്റവും എടുത്ത് നിൽക്കുന്ന ഒരു ഫീച്ചറാണല്ലോ ലിപ്പ്. സോ ലിപ് കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വീക്കിലി നമ്മളൊരു സ്ക്രബൊക്കെ ചെയ്ത് കൊടുക്കുക, ഡെയിലി മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക. ഞാൻ ഈ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. പിന്നെന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ സ്കിന്നിൽ ഇത് മാത്രമല്ലാണ്ട് നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സ്മോക്ക് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഓൾഡർ ആവും, റിങ്കിൾസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നല്ലൊരു സ്കിൻ കെയർ റുട്ടീന് ഫോളോ ചെയ്യുക. പിന്നെ മെയിനായിട്ട് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ നൈറ്റിൽ മസ്റ്റായിട്ട് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസൊക്കെ ഇട്ട് കൊടുക്കണം. കാരണം നൈറ്റിലാണ് സ്കിന്ന് ഏറ്റവും കൂടുതൽ റിപ്പയർ ആവുന്നത് നൈറ്റാണ്. മാത്രമല്ല നൈറ്റ് ടൈമിൽ നമ്മുടെ ഫേസിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുള്ള ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നൈറ്റിലൊരു ഫേസ് വാഷൊക്കെ ചെയ്ത് സ്കിന്ന് പ്രോപ്പർ ഹെൽത്തി ആക്കിയിട്ട് കിടന്നാൽ നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ ഒരു ഫേസിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്
നമ്മളൊരു വീക്കിലി നമ്മൾ ഫേസിൽ മാസ്കൊക്കെ കൊടുക്കുക, ഒരു സ്ക്രബൊക്കെ കൊടുക്കുക എന്നുള്ളതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഫേസ് അപ്പോൾ നമ്മളൊരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക, ഫേസ് സ്ക്രബ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പഞ്ചസാര ഹണി വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പിന്നെ വീട്ടിൽ തന്നെയുള്ള കടല പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ഫേസ് പാക്കൊക്കെ ഇട്ട് കൊടുക്കാം. തക്കാളി, അങ്ങനെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഒത്തിരി സാധനം നമ്മുടെ കിച്ചണിൽ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് അതൊക്കെ യൂസ് ചെയ്തിട്ട് ഫേസ് പാക്കും സ്ക്രബൊക്കെ ചെയ്ത് കൊടുക്കാം.